നിർത്ത്. എൻ്റെ അനിയത്തിക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് അങ്ങനെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഈ കാവേരി ജീവനോടെ ഉള്ളിടത്തോളം കാവേരി സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണ മണ്ഡപത്തിൽ കാവേരി വന്ന് ഫൈറ്റ് ചെയ്യാൻ പോവാണ് യമുനയ്ക്ക് വേണ്ടി. അപ്പോഴാണ് ശരിക്കും അവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്നിച്ച് ഞെട്ടാൻ പോകുന്നത് കേട്ടോ, നിവിൻ ഉൾപ്പെടെ. അപ്പൊ രാജേശ്വരിയും ജയപാലനൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്, നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണം നടക്കുമ്പോൾ അവിടെ ഈ കാവേരി കയറി വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവരെ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എന്താന്ന് വെച്ചാൽ നിവിന് കാവേരിയോടായിരുന്നല്ലോ താല്പര്യം. പക്ഷെ ഈ യമുന ഇത് ഇടയ്ക്കേറി എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇവർക്ക് അറിയാത്തത്. ഇതേ സംശയമാണ് നിവിനും. കാവേരിക്ക് നിവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കാവേരിക്ക് വേണ്ടി കാവേരി വന്ന് ഫൈറ്റ് ചെയ്തതാണെങ്കിൽ നിവിന് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോൾ ഇടയ്ക്ക് യമുന എന്ന് പറയുന്നതാണ് നിവിന് ആകെ കൺഫ്യൂഷൻ ആവാൻ പോകുന്നത്. അപ്പോഴാണ് ഈ യമുനയുടെ മനസ്സിൽ എന്താണെന്നുള്ളതൊക്കെ നിവിൻ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സീനായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഒറിജിനൽ മഹാനദിയിൽ ഇതൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല കഥ. പക്ഷേ ഈ കഥ ഒരിക്കലും അതേപോലെ കോപ്പി ചെയ്ത് ആക്കുന്നതല്ലല്ലോ, ഇതിൽ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥയിൽ ഇങ്ങനെ സംഭവിക്കാനാണ് ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ തൽക്കാലം നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണമൊക്കെ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും ആ കല്യാണം നടക്കും, ഇല്ലെങ്കിൽ നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിവിൻ്റെ അച്ഛനും അമ്മയും നിവിനോട്. അപ്പോൾ നിവിന് വേറെ വഴിയില്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇനി വൈകിപ്പിച്ചുകൂടാ, കാവേരിയോട് എത്രയും പെട്ടെന്ന് പോയി ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ പറയണമെന്ന് നിവിൻ ഇങ്ങനെ തീരുമാനിച്ചതാണ്. പക്ഷേ ആ സമയത്ത് കാവേരിയെ വിളിച്ചപ്പോൾ കാവേരി ഫോൺ എടുത്തില്ലല്ലോ. നമ്മുടെ യമുന അതിൻ്റെ ഇടയ്ക്ക് കയറി ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നിവിന് പ്ലാൻ ചെയ്ത പോലെ ഒന്നും പറയാനും പറ്റിയിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ നിവിന് പേടിയോ ആയി, പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആലോചനയായി. കാരണം എന്താണെന്ന് വെച്ചാൽ രാഗിണിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച കാര്യവും പറയേണ്ടി വരുമല്ലോ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ. അപ്പോൾ പിന്നെ കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ കാവേരി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതൊന്നും ശരിയാവില്ല, ഇനിയിപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പിന്മാറാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നിവിൻ ഒന്നുകൂടെ പേടി ഇങ്ങനെ കൂടി വരികയാണ്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും നിവിൻ ഈ കല്യാണത്തിന് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജയപാലനും നിവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് നിവിനെ ഒരുപാട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം വേറെ വഴിയില്ലാതെ നിവിൻ കാവേരിയോട് രണ്ടിലൊന്ന് ചോദിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഫോണിൽ വിളിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി നേരിട്ട് കണ്ട് സംസാരിക്കാൻ പോവാണ് നിവിൻ കാവേരിയെ. എനിക്ക് കാവേരിയെ ഇഷ്ടമാണ്, അത് കാവേരിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാവേരി പറ, എന്നെ ഇഷ്ടമല്ലേ? കാവേരി ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ കല്യാണം മുടക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് രാഗിണിയായിട്ടുള്ള കല്യാണക്കാരും എല്ലാം നിവിൻ പറയാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കാവേരിയുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് കാവേരി നിവിനെ അങ്ങനെ കണ്ടിട്ടില്ല, മറ്റൊന്ന് ജയപാലന്റെ മോളുമായിട്ടാണ് നിവിനെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നിവിന്റെ മനസ്സിൽ ഇങ്ങനെയൊന്ന് തോന്നുന്നത് പോലും തനിക്ക് പാരയാണ്, തൻ്റെ കുടുംബത്തിനും പാരയാണെന്നുള്ള കാര്യമൊക്കെ കാവേരിക്ക് അറിയാം. മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ യമുനയാണ്. യമുനയുടെ മനസ്സിൽ എന്താണെന്ന് കാവേരിക്ക് ഇപ്പം തന്നെ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. ആ സാരിയൊക്കെ നിവിൻ സാരി തന്നു എന്ന് നിവിൻ പറഞ്ഞു. ആ സാരി യമുനയെ എടുത്തു കൊടുത്ത് വലിയ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ പോവുകയും ചെയ്തു. കാവേരി ചേച്ചിക്ക് അസൂയാണെന്നൊക്കെ പറയുകയും ചെയ്തു. കൂടെ തന്നെ നിവിൻ കാവേരിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക വരെ യമുന ചെയ്തു. ഇതിൽ നിന്ന് കാവേരിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. അങ്ങനെ അനിയത്തിക്ക് വേണ്ടി യമുനയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ഒരു ചേച്ചി ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിച്ച് അനിയത്തിക്ക് വേണ്ടി അങ്ങനെ കാവേരിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കാവേരി അത് മറച്ചു വെച്ച് നിവിനോട് പറയാൻ പോവാണ്. ഇല്ല നിവിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിയാ, നിവിൻ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ നന്ദി പറയാനല്ലേ പറ്റുള്ളൂ, മറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിവിനെ ഇഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കാവേരി പോവാണ് കേട്ടോ. അങ്ങനെ നിവിന് ഒന്നുകൂടെ നല്ല വിഷമമാവുന്നുണ്ട്. അങ്ങനെ ഇനി കല്യാണം മുടക്കാൻ ഒരു ചാൻസും ഇല്ല. ഒരു ഭാഗത്ത് കാവേരി തീരെ കൈയൊഴിഞ്ഞ മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് അച്ഛനും അമ്മയും ജയപാലനും എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത നിവിൻ ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ. ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് നിവിൻ്റെ അച്ഛനും അമ്മയും. അതോടുകൂടി നിവിൻ ശരി എന്തെങ്കിലും ചെയ്യുക, ഞാൻ നിന്ന് തന്നേക്കാം, അത്രയല്ലേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോടുകൂടി ആ കല്യാണത്തിന് നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ കല്യാണം നടക്കാൻ പോവാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നിവിൻ ഇങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കല്യാണ മണ്ഡപത്തിൽ. രാഗിണിയൊക്കെ നല്ല സന്തോഷത്തിലാണ്. രാഗിണിക്ക് ചെറുതായിട്ട് ഈ കാവേരിയുമായിട്ടുള്ള നിവിൻ്റെ ബന്ധത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ പിന്നെ ഇത് കാവേരിയോടുള്ള ഒരു പ്രതികാരമായിട്ടാണ് രാഗിണി കാണുന്നത്. അങ്ങനെ രാഗിണി നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം അവിടെ കാവേരിയുടെ വീട്ടിൽ യമുന ഒരു റൂമിനകത്തിരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. നിവിൻ്റെ കല്യാണമാണെന്നൊക്കെ അറിഞ്ഞതിൻ്റെ ഒരു റിയാക്ഷനാണ്. അങ്ങനെ കാവേരി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ചേച്ചിക്ക് സന്തോഷമായല്ലോ, ഞാൻ കരയുന്നത് കണ്ടിട്ട് സന്തോഷിക്കാനല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് യമുന. അപ്പോൾ കാവേരി പറയാ, സന്തോഷിക്കേ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്, നീ കരയുന്നത് കണ്ട് ആശ്വസിപ്പിക്കാൻ വന്നതാ ഈ ചേച്ചി, നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ചേച്ചിയോട് പറ മോളെ, ചേച്ചി ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കാവേരി. അങ്ങനെ യമുന അവസാനം പറയാണ്, ചേച്ചിക്ക് എല്ലാം അറിയുന്നതല്ലേ നിവിൻ ചേട്ടൻ്റെ കല്യാണമാണ് ഇന്ന് എന്നൊക്കെ പറയുമ്പോൾ, അതിനെന്താ മോളെ, നോക്ക് മോളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇതോടുകൂടി മറക്കണം. നിവിൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണെന്ന് അറിയാലോ, ആ ജയപാലൻ്റെ മോളെയാണ്. ഇല്ലെങ്കിൽ തന്നെ അവർ നമ്മളുമായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നം കൂടെ വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് കാവേരി ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ യമുന ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് ശരിയാവില്ല ചേച്ചി, എന്നോട് എത്ര വലിയ ചതിയാ ആ നിവിൻ ചേട്ടൻ ചെയ്യുന്നതെന്ന് ചേച്ചിക്ക് അറിയോ, എന്നെ വിവാഹം കഴിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ് നിവിൻ ചേട്ടൻ, എന്നെ ഒരുപാട് മോഹിപ്പിച്ചു, എന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ രാഗിണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പച്ചക്കള്ളം ഇങ്ങനെ അടിച്ചു വിടുകയാണ് യമുന. അങ്ങനെ അത് കേട്ടിട്ട് കാവേരി ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താ നീ പറഞ്ഞത്? നിവിൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നോ എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് കാവേരി ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേ ചേച്ചി എനിക്ക് വാക്ക് തന്നതാ എന്നൊക്കെ ഈ യമുന ഫ്രോഡ് ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ കാവേരി ആഹാ എൻ്റെ അനിയത്തിക്ക് വാക്ക് കൊടുത്തിട്ട് എന്നോടും അതേ കാര്യം പറഞ്ഞിരുന്നല്ലോ നിവിൻ. അപ്പൊ ഈ നിവിൻ ശരിക്കും എങ്ങനെയുള്ള ക്യാരക്ടറാ എന്നൊക്കെ ആദ്യം ഇങ്ങനെ കാവേരി വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ എൻ്റെ അനിയത്തിക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീ വാ മോളെ എന്നും പറഞ്ഞ് യമുനയും കൂട്ടി അവിടെ നിന്ന് പോവാണ് കേട്ടോ. കല്യാണ മണ്ഡപത്തിലേക്ക് പോവാണ്. അപ്പൊ ഇത് വീട്ടിലുള്ള ബാക്കി ആരും അറിയുന്നില്ല. ഈ യമുനയും കാവേരിയും ചേർന്ന് നേരെ ആരോടും ഒന്നും പറയാതെ ആ കല്യാണ മണ്ഡപത്തിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് നിർത്ത്, എന്താ താൻ വിചാരിച്ചത്? എൻ്റെ അനിയത്തെ പറ്റിച്ചിട്ട് ഇപ്പൊ ഈ രാഗിണിയെ വിവാഹം കഴിക്കാൻ പോവാണോ എന്നൊക്കെ പറഞ്ഞ് നിവിനോട് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ രാജേശ്വരിയും ജയപാലനൊക്കെ വിചാരിക്കുന്നത് ഇവള് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ ജയപാലേട്ടനോട് പറഞ്ഞതല്ലേ എന്നൊക്കെ രാജേശ്വരി പറയുമ്പോൾ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ, അതുകൊണ്ട് ആളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എടാ വാടാ ആ പെണ്ണിനെ പിടിച്ച് പുറത്താക്ക് എന്നൊക്കെ പറയുമ്പോൾ ജയപാലന്റെ ആളുകളൊക്കെ വന്ന് കാവേരിയോട് സംസാരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ പുറത്ത് പോകണം എന്നൊക്കെ പറയുമ്പോൾ കാവേരി സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കാവേരി കല്യാണത്തിന് വന്ന നാട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാണ് നിങ്ങൾ തന്നെ പറ എൻ്റെ അനിയത്തെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവൾക്ക് വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ശരിയാണോ? ഇത് ഞങ്ങളോടുള്ള ശത്രുത കൊണ്ട് ഈ ജയപാലൻ ചെയ്ത പണിയാണ്. എൻ്റെ കുടുംബത്തോടുള്ള ശത്രുത കൊണ്ട് എൻ്റെ കുടുംബത്തെ തകർക്കാനായിട്ട് എൻ്റെ അനിയത്തെ സ്നേഹിക്കുന്ന പയ്യനെ കൊണ്ട് സ്വന്തം മോളെ വിവാഹം കഴിപ്പിക്കാൻ ഈ ജയപാലൻ എന്നൊക്കെ പറഞ്ഞു കാവേരി ഇങ്ങനെ നാട്ടുകാരോട് ഈ യമുനയെ വിശ്വസിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാവരും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ടോ ഇവിടെ, അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നിവിൻ പറയാണ് കാവേരി താൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, ഞാൻ ആർക്ക് വാക്ക് കൊടുത്തു എന്നാ എന്നൊക്കെ നിവിൻ ചോദിക്കുമ്പോൾ കാവേരി പറയാണ് അഭിനയിക്കരുത് നിവിൻ, എന്നോട് നിവിൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാം, അതൊന്നും പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ യമുനയുടെ കാര്യത്തിലാണ് എനിക്ക് തീരുമാനം അറിയേണ്ടത്. അവളെ വിവാഹം കഴിക്കാന്ന് നിവിൻ വാക്ക് കൊടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ യമുനയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തെന്നോ? കാവേരി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സ്നേഹിച്ചത് കാവേരിയാണ്, അത് എത്ര പേരുടെ മുമ്പിൽ വെച്ച് വേണമെങ്കിലും പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ കാവേരിയെ അല്ലാതെ വേറൊരു പെൺകുട്ടിയെയും സ്നേഹിച്ചിട്ടില്ല. കാവേരിയോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതുമാണ്, പക്ഷെ കാവേരി സമ്മതിച്ചില്ല. കാവേരിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ രാഗിണിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു. അതിന്റെ ഇടയ്ക്ക് വേറെ പല പെൺകുട്ടികൾക്കും വാക്ക് കൊടുക്കുന്ന ഒരാളായിട്ടാണോ കാവേരി എന്നെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ നിവിൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാജേശ്വരിയും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ മോനെ ഇവളി പറയുന്നത്, നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഇല്ല, കാവേരി പറയുന്നത് എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യമുന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അയ്യോ കള്ളം പിടിക്കപ്പെടുവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴും കാവേരി യമുനയോടുള്ള വിശ്വാസം കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തെ നിവിൻ സ്നേഹിച്ചിട്ടില്ല എന്നാണോ നിവിൻ പറയുന്നത്? പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കോളേജിൽ പോയി അവളെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്, അവളെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതും കോളേജിൽ കൊണ്ടാക്കുന്നതൊക്കെ എന്തിനാ അവൾക്ക് ഇടയ്ക്ക് ഓരോ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ നിവിൻ എന്നൊക്കെ കാവേരി ചോദിക്കുമ്പോൾ നിവിൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാവേരി താൻ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം, കാവേരിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ യമുനയ്ക്ക് വേണ്ടിയിട്ടോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാവേരിക്ക് വേണ്ടി മാത്രമാണ്. കാവേരിയുടെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാണ് യമുനയ്ക്ക് പല സഹായങ്ങളും ചെയ്തതും എല്ലാം. പിന്നെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ കാവേരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യമുനയെ ഏൽപ്പിച്ചത്, അല്ലാതെ യമുനയ്ക്ക് വേണ്ടി അല്ല എന്നൊക്കെ പറയുമ്പോൾ യമുനയും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ യമുനയ്ക്ക് ഇതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല, അങ്ങനെ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ് യമുന. അങ്ങനെ കാവേരിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെയായി. അങ്ങനെ നിവിൻ പറയുന്നുണ്ട് കാവേരിയുടെ ചേട്ടൻ വിനീതിനോട് ചോദിച്ചു നോക്ക്, വിനീതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ വിനീതിനോടും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് കാവേരിയോടുള്ള ഇഷ്ടത്തെ പറ്റി. കാവേരിയെ ഉദ്ദേശിച്ച് കാവേരിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യം യമുനയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ യമുനയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എത്ര വട്ടം വേണമെങ്കിലും യമുനയോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കാവേരി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് കാവേരി മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ ഇത്ര മോശക്കാരനാക്കരുത് എന്നൊക്കെ പറഞ്ഞു നിവിൻ ഇങ്ങനെ പറയുമ്പോൾ കാവേരി ആകെ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം കാവേരി യമുനയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. എന്നിട്ട് കാവേരി മനസ്സിലാക്കുകയാണ് എല്ലാം ഈ യമുനയുടെ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു, അല്ലാതെ നിവിൻ യമുനയെ സ്നേഹിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ യമുനയെ മനസ്സിലാക്കുന്നുണ്ട് നിവിൻ ചേട്ടൻ ഒരിക്കലും യമുനയെ സ്നേഹിച്ചിട്ടില്ല, കാവേരിയായിരുന്നു സ്നേഹിച്ചത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിവിനുമായിട്ട് ഒരു ബന്ധത്തിന് കാവേരി തയ്യാറല്ല, അത് കാവേരി മനസ്സിലെടുത്ത ഉറച്ച തീരുമാനമാണ്. അതേപോലെ തന്നെ ഈ യമുന നിവിൻ ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിവിൻ എന്തൊക്കെയോ പറഞ്ഞ ആ രാഗിണിയുമായിട്ടുള്ള കല്യാണമൊക്കെ മുടക്കുന്നുണ്ട്. അതോടുകൂടി ജയപാലനും രാഗിണിയും ഈ നിവിനെയും നിവിന്റെ കുടുംബത്തെയും എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നിവിനുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അങ്ങനെ നിവിന് സന്തോഷമായി, സമാധാനം, എങ്ങനെയോ കല്യാണം മുടങ്ങിയല്ലോ എന്നുള്ള സന്തോഷമാണ്. ഇനിയിപ്പോൾ കാവേരിയെ കൺവിൻസ് ചെയ്യുന്നതൊക്കെ ഇനി നോക്കാം എന്നുള്ള പ്ലാനിലൊക്കെ നിവിൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ തൽക്കാലം യമുന എല്ലാ കാര്യങ്ങളും അറിയുന്നതോടുകൂടി ഈ കാവേരിയാണ് നിവിൻ സ്നേഹിച്ചതെന്നൊക്കെ അറിഞ്ഞിട്ടും മനസ്സ് മാറാനൊന്നും പോകുന്നില്ല. ഒരു ഇറിറ്റേറ്റിംഗ് കഥാപാത്രമായിട്ട് യമുന ഇങ്ങനെ മാറാൻ പോവാണ് കേട്ടോ. ഇപ്പൊ തന്നെ യമുനയെ പതുക്കെ മോശമാക്കി തുടങ്ങി. കാവേരിയെ വല്ലാതെ നന്മമരം ആക്കിയും തുടങ്ങി. കാവേരി ഇപ്പോൾ അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ട്
കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അധികം ഇറിറ്റേറ്റ് ആക്കാതെ ഈ സീൻസ് യമുന, നിവിൻ ഇവർ തമ്മിലുള്ള സീൻസ് കുറച്ച് കുറവാക്കി പകരം നരേനെ കൊണ്ടുവരിക. പിന്നെ ഈ നരേൻ, കാവേരി ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കഥകൾ, എന്തെങ്കിലും ലവ് സ്റ്റോറി ആണെങ്കിൽ ലവ് സ്റ്റോറി, അല്ലെങ്കിൽ എന്തെങ്കിലും ടോം ആൻഡ് ജെറി സ്റ്റോറി പോലെ എന്തെങ്കിലുമൊക്കെ അവരുടെ കഥ കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറയൂട്ടോ. താങ്ക് യു, ബൈ.